ചോദിക്കാൻ എന്ത് ചെയ്താലും ഞങ്ങൾ ചോദിക്കാത്തൊരു ജനക്കൂട്ടമാണെന്ന്. ഇവിടെ മതം പറഞ്ഞാൽ മാത്രമേ ചോദിക്കാൻ ആളുള്ളൂ. രാമൻ്റെ പേരിലും ബാബറിൻ്റെ പേരിലും മാത്രമേ ഇവിടെ ചോദിക്കാൻ ആളുള്ളൂ. ജനങ്ങളുടെ ബേസിക് നീഡ്സ്, ബേസിക് പ്രശ്നങ്ങൾ അത് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. നമസ്കാരം. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും അവരുടെ സെക്രട്ടറിമാരും മറ്റു ഉദ്യോഗ സംവിധാനങ്ങളും ഒക്കെ ശമ്പളം വാങ്ങിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. മാത്രമല്ല ഇത്തരക്കാരൊക്കെ ചണ്ട കൊട്ടി ഞങ്ങൾ വലിയ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചണ്ട കുട്ടി ഓരോ പദ്ധതികൾ കൊണ്ടുവരുന്നതും ഈ നികുതി പണം കൊണ്ടാണ്. അല്ലാതെ ആരുടെയും അമ്മാവൻ്റെ വീട്ടിൽ നിന്നല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ജനങ്ങൾക്കായി ഒരുക്കുന്ന പല സംവിധാനങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്കൂൾ ബസ്സോ അതല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസോ അനുവദിച്ച് നൽകിയാൽ പിന്നീട് ഇത്തരം വാഹനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കാണുക, കാസർഗോഡ് ഒരു ഗാരേജിൻ്റെ മുൻവശത്താണ് ഞാൻ നിൽക്കുന്നത്. കൃത്യമായി കാണുക, എൻ്റെ പിന്നിൽ നിൽക്കുന്നത് ആംബുലൻസുകളാണ്. കേരള സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ ആംബുലൻസാണിത്. ഇതിവിടെ കൊണ്ടിട്ട് ചിലപ്പോൾ വർഷങ്ങളായി കാണും. കാരണം ഇതിൻ്റെ കോലം കണ്ടിട്ട്, ഇതിൻ്റെ ഒരു രൂപം കണ്ടിട്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇവിടെ ഇട്ടിട്ട്. ഇത് കാസർഗോഡ് ആരോഗ്യ വകുപ്പിൻ്റെ ജനറൽ ആശുപത്രിയുടെ വക ആംബുലൻസാണ്. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. ഇത് മറ്റൊരു ആംബുലൻസാണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞ് ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലാണ് ഈ ഒരു ആംബുലൻസ് ഇവിടെ നിൽക്കുന്നത്. ഇതും വർഷം 1 കഴിയാണ് ഇവിടെ വന്നിട്ട്. കഴിഞ്ഞില്ല, ഇങ്ങോട്ട് വരൂ. ഇവിടെ മറ്റൊരു ആംബുലൻസ് ഉണ്ട്. ഇത് ആരുടേതാണെന്ന് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ്റെ വകയുള്ള ആരോഗ്യ കേരളം പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച ഒരു ആംബുലൻസാണ്. അതും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഗാരേജിൻ്റെ മുറ്റത്ത് ഇട്ടിട്ട്. മറ്റൊന്ന് ചെങ്കള പഞ്ചായത്തിൻ്റെ വക ഒരു ലോറിയാണ്, മാലിന്യം എടുക്കുന്ന ലോറിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതും ഇവിടെ കൊണ്ടിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൻ്റെ ആംബുലൻസാണ്. പക്ഷേ ഇത് എത്ര മാസമായെന്ന് ഇപ്പോൾ അകത്ത് ചോദിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിൻ്റെയും ഒക്കെ അവസ്ഥ ആ രീതിയിൽ തന്നെയാണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് വകയുള്ള ഒരു ആംബുലൻസാണ്. ഈ ആംബുലൻസ് ഇത് അത്യാവശ്യം മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇവിടെ കൊണ്ടുവച്ചിട്ട്. ഇതിനൊന്നും ആരും ഒരു ഉത്തരവാദിത്വമില്ല. ഇവിടെ കൊണ്ടുവെക്കുക, അങ്ങ് വിട്ടേച്ച് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന പേരിൽ വേറൊരു സർക്കാരിൻ്റെ ആംബുലൻസാണ്. ഇതിൻ്റെയൊക്കെ ഇത് നോക്കുക, ഇതിൻ്റെയൊക്കെ ആ രൂപം കണ്ടാൽ അറിയാം മാസങ്ങളായി ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളതെന്ന്. ഇതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും കണ്ടുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. കൃത്യമായി എന്താണ് ഈ ഒരു ആംബുലൻസുകളുടെയും സർക്കാർ വാഹനങ്ങളുടെയും സ്ഥിതി എന്തെന്ന് ഈ ഗാരേജിൻ്റെ ഉടമയായ മനുവിനോട് ചോദിക്കാം. മനു, ഇത് എത്ര മാസമായി ഇവിടെ കൊണ്ടുവച്ചത്? അതാണ് ആദ്യം അറിയേണ്ടത്. എത്ര മാസമായി കൊണ്ടുവച്ചത് ഈ ഒരു വണ്ടി? പുല്ലൂർ പെരിയ വെള്ളൂർ ഗ്രാമപഞ്ചായത്തെല്ലാം ഏകദേശം 1 മാസം എന്ന് വെച്ചാൽ മാക്സിമം വെച്ചാൽ ഇതിൻ്റെ എസെൻഷ്യാലിറ്റി പറഞ്ഞു. ഇതിൽ വർക്ക് ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്താൽ ഇതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കളർ കോഡിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ CF എടുക്കണമെങ്കിൽ കളർ കോഡ് വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കളർ കോഡിന് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മെക്കാനിക്കൽ സബ് ഡിവിഷന് ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ വർക്ക് തുടങ്ങും ഞങ്ങൾ. ഇപ്പോൾ ഇതൊന്നും കുറേ കൂടുതലൊന്നും ആയിട്ടില്ല. എന്നാലും എത്ര കൃത്യമായിട്ട് 1 മാസം മാക്സിമം. കാരണം സർക്കാരിന്റെ രേഖകളിലുള്ള സംഭവമാണ്. അതെ, 1 മാസത്തിന്റെ ഉള്ളിൽ ഈ 2 വണ്ടി. ഇത് 1 മാസം ആയിട്ട്, ഇത് 2-3 ദിവസമായിട്ട്. 2-3 ദിവസം. ഇത് മാക്സിമം ഒരു 10-15 ദിവസം. 15 ദിവസം. ഈ വണ്ടി എത്ര ദിവസമായി? ഇത് വർക്ക് കഴിഞ്ഞ് വെച്ചതാണ്. വർക്ക് കഴിഞ്ഞ് വെച്ചിട്ട് ഏകദേശം ഒരു 10-20 ദിവസമായി. എത്ര മാസമായി കൊണ്ടുവച്ചിട്ട് അന്ന് ഇതിനും അതെ. ഇതെല്ലാം അറിഞ്ഞാൽ എസെൻഷ്യാലിറ്റി കിട്ടണമെങ്കിൽ അതിന്റെ പേപ്പർ പോയി ഏകദേശം ഒരു 10-25 ദിവസം ആയിട്ടുണ്ടാവും. എല്ലാം ഇതിന് മുമ്പ് ഈ വണ്ടി ഇവിടെ ഉണ്ട്. അന്ന് 25 ദിവസം ഇവിടെ വണ്ടി ഉണ്ട്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിലുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ 25 ദിവസം? 25 ഇത് പല തവണ ആയിട്ട് 1.5 മാസം മുമ്പ് ശരിയാണ്. ഇത് സംബന്ധിച്ചിട്ട് പല തവണ ആയിട്ട് വരും. വണ്ടി വർക്കിന് ഒരിക്കൽ വരും, അതിന്റെ ആദ്യം പോകും. നിങ്ങൾ വണ്ടി കാണൂടെ പല തവണ. പ്രധാനപ്പെട്ട മനുവിനോട് ചോദിക്കുകയാണ്. പ്രധാനപ്പെട്ട വിശേഷത്തിലേക്ക് നമുക്ക് എടുക്കാം.
ഈ 2 വണ്ടി കേരള ആരോഗ്യ വകുപ്പ് ജനറൽ ആശുപത്രിയുടെ വണ്ടി, ഈ വണ്ടി എത്ര വർഷമായി ഇവിടെ? ഇത് ഏകദേശം ഒരു 5-6 മാസം കൂടുതലായി. 5-6 മാസം കൂടുതലായി. അത് 2 വർഷത്തിന്റെ ഇതിന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ? അതൊക്കെ മരം കയറി തുടങ്ങി. അപ്പുറത്ത് ഇതിന്റെ അവസ്ഥ കണ്ടില്ല, ഇതൊക്കെ ഏകദേശം തുരുമ്പെടുത്ത് തുടങ്ങി. ഓക്കെ, ഈ 5-6 മാസമായിട്ട് ഇത് ഇടാനുള്ള കാരണം എന്താണ്? 5-6 മാസം കഴിഞ്ഞിട്ട് അവർക്കായിട്ട് പുതിയ വണ്ടി വന്നു ഓൾറെഡി. അപ്പോൾ പിന്നെ അതിന് കൂടുതൽ വർക്ക് ഉള്ളതുകൊണ്ട് എസെൻഷ്യാലിറ്റി കിട്ടിയില്ല, വർക്ക് ഓർഡർ കിട്ടിയില്ല. അതുകൊണ്ടാണ് അതിന്റെ. അപ്പോൾ ഇതിങ്ങനെ നശിച്ചു പോവല്ലേ ഇവിടെ? അല്ല, ഇതിനിപ്പം ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച കൂടി എസെൻഷ്യാലിറ്റി വരുമെന്നാ പറഞ്ഞത്. ഈ വണ്ടി അതിന്റെ കഥ അറിയില്ല. അതിന്റെ അത് കഴിഞ്ഞു. അത് കണ്ടമായി വണ്ടി. കണ്ടമായി അത് അവിടെ യാർഡിലിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് നാളായിട്ട് അന്ന് ഇടും. എത്ര വർഷമായി ഇവിടെ വെച്ചിട്ട്? ഇവിടെ വെച്ച് 2 വർഷത്തിന് മുകളിലായി. 2 വർഷത്തിന് മുകളിലായി. ഓക്കെ, ഇനി നമ്മളെ ചെങ്കള ഗ്രാമപഞ്ചായത്തിന്റെ ഇതും അതന്നെ. അത് ഏകദേശം 2 വർഷമായി. അപ്പം ഇതിന്റെ വർക്ക് ഓർഡർ ഞങ്ങളെ അതിന്റെ എസ്റ്റിമേറ്റ് കാര്യമെല്ലാം കൊടുത്തിട്ടായിട്ട് നോക്കുമ്പോക്ക് അതിന്റെ വർക്ക് ഓർഡർ കിട്ടിയില്ല ഇതുവരെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വണ്ടിക്ക് എന്തായിരുന്നു ഇത് കംപ്ലൈന്റ്? ഇതിന്റെ പല ഭാഗങ്ങളും മെക്കാനിക്കൽ വർക്കിനായിട്ട് വന്നതാണ്. പിന്നീട് അതിന്റെ ഇത് കൊടുത്ത് ഞങ്ങളെ എസ്റ്റിമേറ്റും കാര്യമെല്ലാം കൊടുത്ത് അതിന്റെ ഇതുവരായിട്ട് ഒരു ഇത് കിട്ടിയിട്ടാ. ഈ കാണുന്ന ഭാഗം ഇപ്പൊ തുരുമ്പെടുത്ത് പോയി. എന്നെ ഇത് എടുക്കാൻ പറ്റില്ല. ഇത് ഇനിയിപ്പോ വെച്ചാല് ഉപയോഗിക്കാൻ പറ്റും, അത്ര തന്നെ പണിയുണ്ട് വണ്ടിക്ക്. നേരത്തെ ഒരു ഉദാഹരണത്തിന് 10,000 രൂപക്ക് തീരുന്ന പണി ഇപ്പൊ 10 ലക്ഷത്തിനായി. അത്ര തന്നെ. അങ്ങനെ വെച്ചാല് അതിന്റെ ഇത് ആ സമയത്ത് പേപ്പർ വർക്ക് നടക്കാത്തത് കൊണ്ട്. അപ്പോൾ ഈ സകല വണ്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം ഈ പേപ്പർ വർക്ക് മുന്നോട്ട് പോകുന്നില്ല. ചില സമയത്ത് ചില ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ്, ചിലത് അങ്ങനെ ആവുന്നുണ്ട്. ചില ആൾക്കാരെ ചില ഡിപ്പാർട്ട്മെന്റെല്ലാം പെട്ടെന്ന് എസെൻഷ്യാലിറ്റിയും പേപ്പർ വർക്കെല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. അത് ശരി, ചിലത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോ എടുത്ത് നമ്മളിപ്പോൾ അടുത്ത മാസം വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഈ വണ്ടിയൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടാവുന്നു? ഇതെല്ലാം പോകും. ഈ വണ്ടിയെല്ലാം ഈ പുല്ലൂർ പെരിയ ആകെ ഒരു 2-3 സൈറ്റ് ഉള്ളൂ. അതേ അതിന്റെ പുതുക്കം കാണുമ്പോൾ പറയുന്നത് പുതിയ വണ്ടിയാണ്. അതെ, അത് ചില ഒരു 10-15 ദിവസം അതിന്റെ പേപ്പർ വർക്ക് നടക്കണം. വെച്ചാൽ ഞങ്ങൾ എസ്റ്റിമേറ്റ് കൊടുത്താൽ ആഴ്ചയിൽ ഒരു തവണയാണ് എഞ്ചിനീയർ വരുന്നത്. അപ്പം ഒരു തവണ ഞങ്ങൾ അതിൻ്റെ എസ്റ്റിമേറ്റ് കൊടുത്ത പാട് അതിൻ്റെ എമൗണ്ട് ഉണ്ട്. 40,000 രൂപയാണ് ഞങ്ങൾക്ക് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാസ്സാക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ വർക്ക് എസ്റ്റിമേറ്റ് കൂടിയ ശേഷം അതിന് എഞ്ചിനീയർ പറഞ്ഞ് അത്രയ്ക്ക് ഇത് 40,000 കൂടുതലായ ശേഷം അത് നടക്കൂല, അതിന് എക്കണോമിക്കലിൽ പോകണം കോഴിക്കോട്. അപ്പോൾ അതുകൊണ്ട് അതിനെന്താക്കിയെന്ന് വെച്ചാൽ ആദ്യം അതിനെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് കുറച്ച് വർക്ക് എടുത്തിട്ടായിട്ട് എത്രയും പെട്ടെന്ന് അതിന്റെ കളർ കോഡ് അടിച്ചിട്ട് വണ്ടി പുറത്തെടുക്കാനുള്ള രീതിയിൽ ആക്കിയിട്ട് അങ്ങനെ ഇപ്പൊ റെഡിയാക്കി എടുത്തിട്ട്, അതായത് പാതി പണി എടുത്തിട്ട് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് വീണ്ടും പാതി പണി എന്നല്ല, അങ്ങനല്ല, പാതി പണി എന്നല്ല, കളർ കോഡ് പെട്ടെന്ന് ഇപ്പോൾ CF എടുക്കാൻ വേണ്ടിയിട്ട് 40,000 വർക്ക് എടുക്കാം. അതിനുള്ള വർക്ക് അത് അടുത്ത ഘട്ടമായിട്ട് എടുക്കാം. അതാണ് ഞങ്ങൾ മലയാളത്തിൽ പച്ചമലയാളത്തിൽ പറയുന്നത്, പാതി പണി ചേർത്ത് കൊടുക്കുക, വീണ്ടും ഗ്യാരേജിൽ കൊണ്ടിടുക എന്നുള്ളതാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു വണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ വണ്ടി ഉണ്ടോ? വണ്ടി ഉണ്ടോ അവരെ? ഏതാണ് ഏതാണ് വണ്ടി? ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ്, ഫസ്റ്റത്തെ ആണ്. കഴിഞ്ഞോ വണ്ടി പണി കഴിഞ്ഞോ? എങ്ങനെ നമ്മളെ വണ്ടിക്ക് ഓഫീസിൽ പൈസ ഉണ്ട്, ഇതിന് സാങ്ഷൻ ഓർഡർ ആര് ജില്ലാ ഓഫീസർ തരണം. ഇത് എഴുതിയിട്ട് വിട്ടിട്ട് അന്ന് ഞാൻ പറഞ്ഞതിനോട് അന്ന് വിട്ടിട്ട് ഇന്നും കിടക്കുന്നതാണ്. എന്താ പറയുക, ഒരു സാങ്ഷൻ പൈസ ഉള്ള എടുക്കാൻ അനുവദിക്ക് വലിയ സാങ്ഷൻ വേണ്ടിയിട്ട് 2 ആഴ്ചകളെ കള്ളാസ് എടുക്കുന്നു. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറഞ്ഞു ഇവര് പൈസ കൊടുക്കണ്ടേ, ഉള്ള പൈസ എടുത്ത് കൊടുക്കാനാണ് പിന്നെ എന്ത് അതല്ല ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഇങ്ങനെ വണ്ടി വെച്ചത് ഇതിന്റെ അവസ്ഥ നോക്ക്, വെച്ചുണ്ടായ വണ്ടിന്റെ അവസ്ഥ 10,000 രൂപയുടെ പണിക്ക് വന്നിട്ട് അവസാനം 10 ലക്ഷത്തിന്റെ പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് നമ്മളെ ഇതിന്റെ അത് ചാനലാണ്, നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, സത്യം. അതിന് പറഞ്ഞിട്ട് രക്ഷയില്ല. അപ്പോൾ പണി പോരുന്നല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സങ്കടമാണല്ലേ? ഇതൊക്കെ സർക്കാരിന്റെ മുതലല്ലേ, ജനങ്ങളുടെ മുതലല്ലേ? ഇത് ഒരു സൈന് ഒരു ഒപ്പ് കിട്ടാത്ത കിടക്കുന്നു പോയ വണ്ടികളാണ്. വാങ്ങിക്കുന്ന ശമ്പളത്തിന് എത്രമാത്രം കൂറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ കൂറ് കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ട സമയമാണ്. ജനങ്ങളുടെ പണം ഇങ്ങനെ തുരുമ്പെടുത്ത് പോകാൻ വിട്ടിരിക്കുകയാണ്. ഒരു അന്തസ്, താൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന് അല്പം അന്തസ്സുണ്ടെങ്കിൽ ഇതുപോലെ ഈ വണ്ടികൾ ഇവിടെ കിടക്കില്ലായിരുന്നു. ചോദിക്കാൻ എന്ത് ചെയ്താലും ഞങ്ങൾ ചോദിക്കാത്തൊരു ജനക്കൂട്ടമാണെന്ന്. ഇവിടെ മതം പറഞ്ഞാൽ മാത്രമേ ചോദിക്കാൻ ആളുള്ളൂ. രാമൻ്റെ പേരിലും ബാബറിൻ്റെ പേരിലും മാത്രമേ ഇവിടെ ചോദിക്കാൻ ആളുള്ളൂ. ജനങ്ങളുടെ ബേസിക് നീഡ്സ്, ബേസിക് പ്രശ്നങ്ങൾ അത് ചോദിക്കാൻ ഇവിടെ ആരുമില്ല. നന്ദി, നമസ്കാരം.